കോഴിക്കോട് മുക്കം ഇരുവഞ്ഞിപ്പുഴയിൽ നീർനായ ശല്യം രൂക്ഷമാണ്. പുഴയിലിറങ്ങിയ നിരവധി പേർക്കാണ് അടുത്തിടെ കടിയേറ്റത്. വെള്ളത്തിലിറങ്ങിയാൽ കടിയുറപ്പ് എന്ന സ്ഥിതിയാണ്. അഗസ്ത്യമൊഴിയിലെ തുമ്പോണക്കടവിൽ നീർനായയുടെ കടി പതിവായതോടുകൂടി നാട്ടുകാർ സ്ഥാപിച്ച ബോർഡാണിത്, മുന്നറിയിപ്പ് ബോർഡാണ്. പുഴയിൽ കുളിക്കാനിറങ്ങുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കടവിൽ നീർനായയുടെ ശല്യമുണ്ട് എന്നതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുഴയിലിറങ്ങിയ ആളുകളെ നീർനായ കടിച്ചു എന്നതാണ്. വർദ്ധിച്ചു വരികയാണ്. ഈ കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും ഒക്കെ കണക്കെടുത്ത് പരിശോധിച്ചാൽ 200-ലധികം ആളുകൾക്കാണ് ഇരുവഞ്ഞിപ്പുഴയിൽ സമീപ മേഖലയിൽ മാത്രമായി കടിയേറ്റിട്ടുള്ളത് എന്നതാണ്. അപ്പോൾ ഈ നായയൊക്കെ കടിച്ചാൽ എങ്ങനെയാണ്, അതുപോലെ തന്നെയാണ് ചികിത്സ. കുത്തിവയ്പ്പ് നിരവധി തവണ എടുക്കേണ്ടതായുണ്ട്. നമ്മോടൊപ്പം പ്രദേശവാസികളാണ് ചേരുന്നത്. ഇതിൽ കടിയേറ്റ ആളുകളുണ്ട്, കടിയേറ്റവരുടെ ബന്ധുക്കളൊക്കെ തന്നെയുണ്ട്. ഇപ്പോൾ മോനെ പാറന്റെ മുകളിൽ നിന്ന് കാല് താഴോട്ടിടേ അന്നേരമാണ് കടി പറ്റിയതും. അതിൽ ഇറങ്ങി ഓടാനുള്ളൊരു സാഹചര്യം ഇവിടെ ഇല്ലാനോ. ഓടിയ സമയത്ത് ബാക്കിയുള്ള കുട്ടികൾക്കും പരിക്കും പറ്റി. ഈ സാധനം നമ്മളെ പിറകെ വരിക, അത് കടിച്ചു പോവുകയല്ല, ബാക്കിയുള്ളവരെയും കൂടി ആക്രമിക്കാൻ കരക്കലേ കയറി വരുന്നൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. കുത്തിവയ്പ്പ് കുറെ എടുത്തോ? രണ്ടാമത്തെ കുത്തിവയ്പ്പിന് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. നമ്മളെ 2-3 ദിവസമായിട്ടുള്ളപ്പോൾ കടിച്ചിട്ട്. കടി കൊണ്ടിരുന്നോ? കടി കൊണ്ടില്ല, കരിക്ക് വീണ് പോയി. ഇവിടെ 2 വട്ടം ഇവിടെ വീണ് കണ്ടറി കാലോണ്ട് പോയി. അലക്കാൻ വന്ന സമയത്താ? ആ, അലക്കില്ല. ഇവല് പോയപ്പോ ഞാനും പോയി. ഞാൻ ഓടി. അന്ന് ഞാൻ അവിടെ വെള്ളം ബക്കറ്റിൽ കോരി വെച്ചിട്ട് അലക്കി ശരിക്കൊന്നും തുണി കഴുകാതെ ഞാൻ കയറിപ്പോയത്. 1-2 ഒന്നുമല്ല, ഒരു 10-15 എണ്ണം ഉണ്ട്. എന്തറിയോ, ഇത് വെയിലിന്റെ ചൂടുകൊണ്ടാന്ന് തോന്നുന്നു ഇറ്റിങ്ങൾക്ക് എന്തോ തലയ്ക്ക് സുഖല്ല. അല്ലാണ്ട് ഇവിടെയൊക്കെ കയറി വരുമോ? വന്യജീവി ഗണത്തിലാണ് നീർനായകൾ വരിക. അവരോട് ചോദിച്ച സമയത്ത് മുൻപ് ഈ പുഴയുടെ പല ഭാഗങ്ങളിൽ കുറ്റിക്കാട്ടിലൊക്കെ ഇതിനെ പിടികൂടുന്നതിന് വേണ്ടി കൂട് സ്ഥാപിച്ചിരുന്നു എന്നാണ്. പിടികൂടി മാറ്റുക എന്നത് മാത്രമാണ് പരിഹാര മാർഗം എന്ന് പറയുന്നത്. പക്ഷേ ഒന്നുപോലും കൂട്ടിൽ കയറാൻ തയ്യാറായില്ല എന്നതുകൂടിയാണ്. നേരത്തെ ഈ പല തവണയായി ഈ വിഷയം ചർച്ചയായിട്ടുള്ളതാണ്. ഇതിനു മുമ്പ് കാരശ്ശേരി പഞ്ചായത്തിൽ അവിടെയാണ് സ്ഥിരം ആൾക്കാരെ കുട്ടികളൊക്കെ അടിക്കല്. ഇതിപ്പോ ഇവിടേക്ക് വന്ന് ഇങ്ങനെ ഇത് പെരുകി ഇങ്ങനെ അങ്ങോട്ട് വരിക മുകളിലേക്ക്. കുറേ താഴേനി സ്ഥിരം ഉണ്ടായിനി. അവിടെ കൂടെ വെക്കുന്നതിന് ഒരു പരിഹാരം ഇതുവരെ ഒരു ഇതും കണ്ടില്ല. അതിൽ ഈ സംസ്ഥാനത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും തെരുവുനായ ശല്യം ഉള്ളതുപോലെയാണ് ഈ മേഖലയിലെ ജനങ്ങളെ സംബന്ധിച്ച് നീർനായ ശല്യം എന്ന് പറയുന്നത്. കടിയേറ്റ് കഴിഞ്ഞാൽ കുത്തിവെപ്പെടുക്കണം 10-ലധികം തവണ, ആശുപത്രി കയറി ഇറങ്ങുക എന്നതാണ്. എങ്ങനെയെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാർക്ക് ഒന്നടങ്കം ആവശ്യപ്പെടാനുള്ളത്. അഗസ്ത്യമൊഴിയിൽ നിന്ന് ഷിജിൻ നരിപ്പറ്റിയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്.